ഗൈസ്, നമ്മളിപ്പോൾ മാൾട്ടയില ഫിഷ് മാർക്കറ്റാണ് വന്നേക്കാം. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഫിഷ് മാർക്കറ്റ് ആയിരുന്നില്ല, ഇതൊരു എന്താ പറയുക ടൂറിസ്റ്റ് പ്ലേസാണ്. നിറച്ച് ടൂറിസ്റ്റുകൾ ഫിഷ് മാർക്കറ്റിൽ. അപ്പോൾ നമ്മളിപ്പോൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. നോക്കാം അവിടെ എന്തൊക്കെയുണ്ടെന്ന്. ഓക്കെ, നിങ്ങൾ വരണ്ട, വാ. What's this actually? Almond and walnut. Okay. Thank you. ഞാൻ നിന്നു കപ്പലിൻ്റെ കേക്കിൻ്റെ ടേസ്റ്റ്. ഈ ഇരിക്കണമെല്ലാം മറ്റേ ആ കപ്പലിൻ്റെ കേക്കിൻ്റെ സാധനങ്ങളാണ്. ഇത് ജർമ്മനിയിലെ ഫ്ലീ മാർക്കറ്റ് പോലെ തന്നെ ഉണ്ടോ? ഈ ഓരോ മാർക്കറ്റിൽ ഓരോ സാധനങ്ങളൊക്കെ അതിന് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. ഓരോരുത്തർ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് അത് മേടിക്കും. പക്ഷേ ഇത്രയും ടൂറിസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. എന്തോരം പേരാണ്. ഇത് തുണിക്കട. ഈ തുണിക്കടയിലാണ് പ്രണവ് ജോലി ചെയ്തിരുന്നത്. പട്ടി നോക്കി കിറ്റിലും പട്ടികൾ പേടിച്ചോയാ. ഹാൻഡ് മെയ്ഡ് സാധനത്തിന് 10 യൂറോ. ഓ, എന്താണ് തേനാണത്? ഇത് മാൾട്ട ഹണി, മറ്റേ ഹണി കോമ്പിന്റെ സാധനമല്ലേ ഇത്? ആ വലിയേറ്റുണ്ടാവും. ആ, നമ്മുടെ നാട്ടിലല്ല, ഏതെങ്കിലും നാട്ടിൽ നിന്നാണ് അത് അങ്ങനത്തെ ചെയ്യണേക്കുള്ളൂ. ഇതുണ്ടോ? Inside, this is pearl. Yes, mother of pearl. And that's a coconut. And this is painting. This is yes. പെയിന്റ് അടിച്ച് കൊടുക്കൊണ്ട് വെച്ചേക്കാണല്ലേ, ഇറക്കാൻ വേണ്ടി വെച്ചേക്കാണ് സാധനം. ഒരു ഷൂ, 2 ഷൂ, 3 ഷൂ. ഇത് വെറൈറ്റി സാധനം ഉണ്ടോ മച്ചന്മാരെ? ഈ സഞ്ജുവൊക്കെ ഇതുണ്ടാ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ, മറ്റേ ടേബിളിൽ ഇരിക്കുന്ന വിരിയാണത്. ഓ, ബോട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഐറ്റിനറി നമ്മൾ പിടിച്ച് വെച്ചേക്കണം. ആ, ഓക്കെ ഓക്കെ. പിസ്താഷ്യോ ചോദിച്ചോട്ടെ കേട്ടോ. പിസ്താഷ്യോ ആണോ? ഇതാ ടേസ്റ്റ് ചെയ്യാൻ തരട്ടോ അവർ ചോദിച്ചു നോക്ക്. ഈ കനോലി എന്ന് പറഞ്ഞ സാധനം ഇല്ലടാ, ഇത് ഇറ്റലിയിലെ മറ്റേ വെനീസില്ലേ അവിടെ നിന്ന് കഴിച്ചാണ്. ഇത് ട്രഡീഷണൽ മാൾട്ടസിൻ്റെ ആണത്. പക്ഷെ ഞങ്ങൾ അന്ന് അവിടെ ഇറ്റലി പോയപ്പോൾ ഇറ്റലിയുടെ എന്ന് പറഞ്ഞു. ആണോ? താങ്ക് യു. ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇവരെല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട. ഇതുണ്ടോ, എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുകയാണ് പുള്ളി. നമ്മൾ മെയിനായിട്ട് ഈ ഫിഷ് മാർക്കറ്റിലേക്കാണ് വന്നത്. ഇപ്പോൾ വന്നപ്പോഴേക്കും ലേറ്റായി, ഒരു ഇതൊക്കെ തീർന്നല്ലായിരുന്നു. ഇവിടുത്തെ മെയിൻ വരുമാനമാണ് ഈ മാർക്കറ്റ്. ഇവിടെ തന്നെ എല്ലാം അവന്മാർ ക്ലീൻ ചെയ്ത് തന്നെ കൊടുക്കുകയും ചെയ്യും. വേണ്ട ഫില്ലറ്റൊക്കെ ഇരിക്കണമെങ്കിൽ സാൽമണിൻ്റെ ഫില്ലറ്റ്. ഒമ്പാണല്ലേ? ഫ്ലീ മാർക്കറ്റിലുള്ള തിരക്കണ്ട. എന്തോരം വരെ ടൂറിസ്റ്റുകൾ മൊത്തം കയറി വന്നേക്കാൻ ഇതിനകത്തോട്ട്. എന്താടാ ഇത്? എനിക്ക് പാമ്പാടയുന്നോണ്ടാ. ഇത് മിക്സിലാണ്. ഇവിടുത്തെ ഭയങ്കര അളിഞ്ഞ ഫുഡുണ്ടോ മൊത്തം? ആ, അത് കട്ട് ചെയ്താണ് കാണുന്നത്. ഇത് കിളിമീനാണത്? ആ, മാൾട്ടയിലെ പടക്കണ ഫിഷ്. ഇതിനെല്ലാത്തും ജീവനുണ്ട്. ഈ കിടക്കുന്ന ബോട്ടുകളെല്ലാം അവർ ഈ പറഞ്ഞ ഫിഷിങ്ങിനോട് ഉപയോഗിക്കുന്ന ബോട്ടുകളല്ലേ? അതെ, ഇതുണ്ട്, ആ കുഞ്ഞു ബോട്ടുണ്ടോ? ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ബോട്ടാണ്. അതിന്റെ ഒരു ഡിസൈൻ നോക്കിയാൽ നീ പറഞ്ഞ ഈ കിടക്കുന്ന ബോട്ടോ? അത് തന്നെ. യെല്ലോ ബ്ലൂ ഉള്ളത്. പിന്നെ അതെ ഈ ബോട്ടുകൾ, ഇതേ ഈ കുഞ്ഞു ബോട്ടുകളൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇത് എനിക്കറിയില്ല, പക്ഷെ അത് ഇവിടുത്തെ ട്രഡീഷണൽ ഡിസൈനാണ്. ഇങ്ങോട്ടൊക്കെ ഇവിടുത്തെ വള്ളം പോലത്തെ സാധനമാണ്. നമ്മുടെ നാട്ടിലെ വഞ്ചിയില്ലേ? വഞ്ചിയുണ്ട്, എല്ലാ നാട്ടിലും അവർ ഓൺ ഡിസൈനില്ലേ വഞ്ചി അവരുണ്ടാക്കിയിട്ടല്ലേ. ഇവിടുത്തെ ട്രഡീഷണൽ ബോട്ടാണ് ഡിസൈൻ. എത്ര രൂപയാണ് ചോക്കൂട്ടാ? 12. Saltfish. No bone. They're fried very good. പൈസ ഉണ്ടോ? പൂച്ച ഉണ്ടോ? ഇവിടെ സ്ട്രീറ്റ് ക്യാറ്റ്സ് ഉണ്ട് മാൾട്ടയിൽ. ഇതുപോലെ കുറേ പൂച്ചകൾ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. ഉണ്ടോ? കുഴപ്പമില്ല. മറ്റന്മാരെ നമ്മൾ ഇത് അവിടെ നിന്ന് മേടിച്ചതാണ്. ആ സ്വീറ്റ് ഒരു ഞാൻ വെച്ചുതരാം. ഇത് നോക്കി എന്നാ കഴിച്ചു നോക്കി. ഇഷ്ടപ്പെട്ടാ? അങ്ങനെ
ഇത് പിസ്താഷ്യൂ അല്ലേ? പിസ്താഷ്യൂ, ചോക്ലേറ്റ് ബ്രൗണി. വാ ആണ്ടിയാക്കാം. ഇത് മറ്റേതാണ്. എന്ത് പക്ഷെ ഇത് ചോക്ലേറ്റ്. എങ്ങനെയുണ്ട് ഗോകുൽ? ഡാർക്കാ? ഓ മൈ ഗോഡ്. ഇത് പിസ്താഷ്യൂടാ, ചോക്ലേറ്റ്. കയ്പുണ്ടാ? കൊക്കോ നൈസാ. കഴിച്ചോക്കി. ഇതിന്റെ പേര് ഫ്രൂട്ട് ബൺ. നല്ലതാണോ? ഇത് നമ്മടെ മേടിച്ചാണ്. ഇത് രണ്ടിനും 5 യൂറോ വെച്ചിട്ടായി. 5 യൂറോ അല്ല, 15 യൂറോ ഒരെണ്ണത്തിനാ? രണ്ടെണ്ണത്തിനാ? 5 യൂറോ. നീ 20 യൂറോ 5 യൂറോ എന്നുള്ളത്. അപ്പൊ എന്തോ തെറ്റിട്ടാണോടാ? 15-നുള്ളതൊന്നും ഇല്ല. ഞാൻ കഴിക്കാൻ വേണ്ട. അത് മൊത്തം ഇതിന്റെ ഫ്ലേവർ ആവണ്ട. ഞാൻ പറഞ്ഞല്ലോ അത് ഗുഡല്ല. അപ്പൊ എനിക്ക് ഇതിന്റെ ഇത് കിട്ടണം. അവരുടെ കഴിച്ചല്ല. അതാണ് ഞാൻ പറഞ്ഞത്. കഴിക്കി. പിന്നെ ഞാൻ അടുത്ത കയ്യത്ര. എന്നിട്ട് വീട്ടുകാരി എന്നാ നിർബന്ധിച്ച്. എന്താണത്? എന്ത് പീസാണ്? എന്ത് പീസാണ്? സീബ്രയാണ്. എന്താണ് അല്ല നിങ്ങൾ ആകർഷിപ്പിക്കില്ലേ? നല്ല ഹലുവ കഷ്ണം പോലെ ഇരിക്കും. പച്ചക്കുറച്ച് വെച്ചു. ഇതാണ് ചെമ്മീൻ. നമ്മൾ കുക്ക് ചെയ്യാൻ പോയാണ് ചെമ്മീൻ. ഓക്കെ, മാട്ടുള്ള ചെമ്മീൻ. എത്ര വലിയ ചെമ്മീൻ നമ്മൾ പിടിച്ചിരിക്കുന്നു. ഫ്രഷ് പ്രോൺസ്. ചൂടുവെള്ളം കുടിക്കാൻ സത്യത്തിൽ സുഖമാണ്. അത് തോന്നാറില്ല. ദേ ഇരിക്കണ ആ ഇത് വേസ്റ്റ്. എവിടെ? ദേ കണ്ട 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 വയറുവേനക്കൂട്ടം. ഗൈസ് നമ്മൾ ഈ സാധനം പൊളിച്ചിട്ട് തലയും പൊളിക്കണം. ഗൈസ് നമ്മൾ ഈ സാധനം പൊളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ പൊളിച്ചിട്ട് ഇതിനുള്ളിൽ മസാല വെക്കും. അടച്ചിട്ട് ഗ്രില്ല് ചെയ്യും. അങ്ങനെയല്ല ഗ്രില്ല് ചെയ്യണം. പിന്നെ എങ്ങനെയാണ്? തുറക്കണം. തുറന്നിരിക്കൂലല്ലോ. തുറന്നിരിക്കും. തല വെട്ടണം. അത് വെട്ടിയിട്ടുണ്ട്. ഇതിന്റെ അത്ര വെട്ടിയില്ല. ആ പൊടിക്ക്. ആ കണ്ട ഇതാണ് കറക്റ്റ്. ഗൈസ് സാധനം ഇതാണ് സീബ്ര മീറ്റ്. കഴിച്ചോട്ടെ. കയ്യിലുണ്ടാമ്പി സീബ്ര മീറ്റ് ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വേഗത്തോണ്ടായിരിക്കും. മീറ്റ് വെന്തിട്ടെന്ന് അത് വേഗത്തോണ്ടല്ലേ. സീബ്രയ്ക്കാമോ നോക്കൂ. ചെയ്യണ്ട. സീബ്രയുടെ ടേസ്റ്റ് ഉണ്ട്. എന്തിന്റെ ടേസ്റ്റ് എന്ന് പറയാം? സീബ്ര എന്തിന്റെ ടേസ്റ്റ് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ബീഫ്. എനിക്ക് ബീഫ് പോലെ തന്നെ ബീഫിന്റെ ടേസ്റ്റ് ടർക്കി വേറൊരു ടേസ്റ്റ് വ്യത്യാസമില്ല. അതല്ല അതിന്റെ പോലത്തെയൊക്കെ തന്നെ ഇതിനുണ്ട്. ബീഫ് അല്ല പോർക്കിന്റെ ഹാർഡ് മീറ്റ് ആയിട്ടാ സോഫ്റ്റ് മീറ്റ് ആയിട്ട്. കമൺ ഗൈസ് നമുക്ക് ഗ്രില്ല് ചെയ്യാം. എവിടെ വെക്കും? അതാണ് ഞാൻ ആലോചിക്കണം. അടച്ചാ മതിയാ? ഇതാണ് ഗൈസ് ഗ്രില്ലിനുള്ള ഫിഷ് ആയിട്ട് വന്നിരിക്കുന്നത്. ആൾട്ടിയ അത് കത്തിക്കണ്ടേ? കത്തിക്ക് ശരിയായിട്ട്. ഇത് തെർമോക്കോളാണ്. ഇതെങ്ങനെ കത്താനാണ്? ബ്ലഡി ഫുൾ ആണോ? പടം നോക്ക്. കത്തറായി. മുളക് വേണ്ട കരിയുടെ മുളക് കിട്ടൂല. കിട്ടോ കൈസ് പ്രോസ്റ്റ് ബീർ തുടങ്ങാന്ന് ചോദിച്ചു. കാരണം ഇതൊന്നുമില്ല, കാറ്റൊന്നുമില്ല.
ബട്ടറിന്റെ മാത്രം കത്തിക്കാൻ ഇട്ട് കൊടുക്കാം. പക്ഷെ നമ്മ ഫ്രൈ ചെയ്ത മീൻ തുറക്കണാണ് സാധനം ഒട്ടിപ്പിടിച്ചു പോയി. സൂക്രോ ഭൂമ്പാക്കിന്റെ സൂക്രമാണ്, കുഴപ്പമില്ല. പോകണ്ടല്ലേ അച്ഛൻ പറയതേ അന്നത്തെ സെയിം മീനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രില്ല് ചെയ്താ. തലാൻ ഇത്തിരി പൊളിച്ചെടുത്ത് നോക്കട്ടെ. അതെ സെറ്റല്ലേ? കാണിച്ചു കൊടുത്ത് വീട്ടിൽ ഇതിന് മുകളിലിടണോ അല്ലെങ്കിൽ ബട്ടർ വെക്കണ്ട? ബട്ടർ ചെയ്തിട്ട് കത്തി മറ്റേ മരത്ത് കണ്ട ഫിഷിന്റെ മീറ്റ് ഉണ്ടാ എങ്ങനെയുണ്ട്? വയറിന്റെ ഭാഗമാണ് നല്ല സോഫ്റ്റ് മീറ്റ്. അടിച്ചോ മീൻ നല്ല ഓട്ടം ഉണ്ടാ. അതെ മസാല അതെ പ്രത്യേകിച്ച് മോനോപ്പം കാര്യം അതെ. ഞങ്ങളാരും മോനമ്പത്തുന്ന ആൾക്കാരായതുകൊണ്ട് അവിടെ ഫിഷ് ജനിച്ചപ്പോൾ തുടങ്ങി ഫിഷ് കഴിക്കണം. അതെ ഹാർബറിൽ പിറ്റിടുന്ന ടീമാണ് മൊത്തം. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ വേണ്ട. വാ താങ്ക് യു. നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എംദിനൊക്കെ പോയാലോ? അവിടെ എന്താ സംഭവം? എന്തിനാ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ആദ്യത്തെ ക്യാപിറ്റൽ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഞാൻ പറഞ്ഞു നമ്മൾ ചെക്കിലെ പള്ളി പോയില്ലേ, ആ ഒരു ടെക്സ്ചറാണ്. അടിപൊളിയാണ്. മറ്റേ നാരോറോടൊക്കെ ഉള്ള അവിടെയാണോ? ആ അതന്നെ മറ്റേ ഇതിലേക്കില്ലേ അവസാന പാട്ടില്ല അവസാന പാട്ട് ഒരു ഫോട്ടോ ഇതിൽ കൂടിയൊക്കെ എന്നിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോ എടുത്ത് അതന്നെ അതന്നെ പോയായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ മാൾട്ടയുടെ ദേശീയ ഭക്ഷണമായ ഇത് കഴിക്കാം പാസ്തീസി. മാൾട്ടയുടെ ഫേമസ് പപ്സ് ഇല്ലേ, പപ്സിന്റെ മുകളിലെ ഭാഗം ഇതായിട്ട് വേറെ ഷേപ്പിലുണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ചിക്കൻ, ചീസ്, ഗ്രീൻ പീസ് പല 3 ടൈപ്പ് ഉണ്ട്. കിട്ടില്ല അത് വളരെ ഫേമസ് ആണ് അവിടുത്തെ. ചീപ്പാണ്, 24 hours ഷോപ്പാണ്. നമ്മ വെളുപ്പിനൊക്കെ പോയിക്കണല്ലേ 2 മണി 3 മണിക്ക് പോയാല് പൂര തിരക്കാണ്. എപ്പോഴും തിരക്കാണ്. നമ്മൾ ഈ മീനിന്റെ മസാല പറ്റിയാണോ? ചെമ്മീൻ ചോക്കട്ടെ. അമ്മേ അടിപൊളി മീറ്റി ചോക്കട്ടാ കഴിച്ചോക്കെ. നല്ലതില്ലേ? എങ്ങനെയുണ്ട് സാധനം? അതിന്റെ ഫാറ്റാണ്. ഇത്രയും കുക്കാൻ പാടുള്ളൂ. ഈ മസാല എടുത്തു വെച്ചോ. SRG യാത്രയുടെ സീബ്രയാണ്. മീറ്റിന്റെ മണമൊന്നുമില്ല, സീബ്ര മണമൊന്നുമില്ല. ഡക്ക് കഴിക്കുമ്പോ ഡക്കിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്. അതൊരു അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ തോന്നാം. ബീഫല്ല മണമൊന്നുമില്ല. ബുദ്ധിമുട്ടാണ്. മണമുണ്ടോ മീറ്റിന്? മണം എന്തോ വേറെ മണമുണ്ട്. മാറ്റിയല്ലേ അച്ഛന്മാരെ ഇത് ഇവിടുത്തെ ഓൾഡ് ക്യാപിറ്റലാണ് മാൾട്ടയുടെ. പഴയ ക്യാപിറ്റൽ ഇതായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. തല ഉള്ളി കയറ്റി നോക്ക്. നീ തല തുറക്കാതെ കയറ്റി കുത്തി കയറ്റി ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ ഗോകുൽ തല വെക്കാൻ പണിയാണ്. പൊക്കിടുത്തടിക്കട്ടെ, മാറി തിരിക്കട്ടെ, പൊന്തള്ള എടുത്ത് പൊന്തോ. ശരിക്കും പൊന്തു വെറുതെ പൊന്തൂല. എൻ്റെ അമ്മേ എന്ത് ബലമാണത്. ഈ പേരിങ്ങ കൊണ്ടാണ് ഈ ലോകം വെട്ടിപ്പിടിച്ചത്. ഇതാണ് പോലീസിന്റെ ഇവിടുത്തെ പ്രൊനൗൺസിയേഷൻ. പുലിസിയ. ജർമ്മനിയിൽ ആന്ന് വെച്ചാൽ എസ് എന്നാണ്.
അച്ഛന്മാരെ ഇതിന്റെ ഉള്ളിൽ മറ്റേ നാരോ റോഡ്സ് ആണ് ഇത് കണ്ട ഇല്ലേ, ഒരു രാത്രി 12 ശേഷം ആൾക്കാരൊന്നും പറ്റില്ല. എന്താണ് പറയണത് പ്രേതമുണ്ടെന്നാണ്. അങ്ങനെ ഗോകുലം തെളിയിക്കണമെന്ന് ടെലിഫോൺ ബൂത്ത് അവർ എമർജൻസി ബൂത്താക്കി മാറ്റിയിരിക്കുകയാണ്. ഡു നോട്ട് ഓപ്പൺ ഓർ എൻ്റർ. എടാ അവിടെ തുറക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ചർച്ചാണ്. ആ ഇത് നൈസാണ്. ആ പീരിങ്ക് ഇവിടെ മൊത്തം ഉണ്ട്. ഈ സ്ട്രീറ്റിൽ ഏത് പാട്ടാണ്? രണ്ട് ബിൽഡിങ്ങിന്റെ ഇടുക്കേ കൂടെയുള്ള വഴികള്, പിന്നെ കുറെ പള്ളി, അതൊക്കെയാണ് ഈ സ്ഥലത്തുള്ളത്. പക്ഷെ നൈസാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ രാത്രിയാവാൻ നോക്കണം. നൈറ്റിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഈ നാരോ റോഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നോക്കി, ഞാൻ ഈ നാരോ റോഡ് കാണിച്ചിട്ട് കേട്ടോ. കണ്ടോ, ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വീട് അറിയും. പക്ഷെ അതല്ലാതെയൊക്കെ വന്ന് കാണാൻ വേണ്ടി കിട്ടില്ല സ്ഥലമാണ്. നോക്കി, ഫുള്ള് നൈസ് വൈബാണ്, അടിപൊളി. ഓഹ്, ഇതിൻ്റെ അറ്റത്തുനിന്നുള്ള വ്യൂ നോക്കി. ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും അറ്റത്ത് വന്നാക്കേണ്ട മാൾട്ട മൊത്തം കാണാൻ വിടുന്നാല്. ഗൈസ് ഇവിടുത്തെ ഒരു പാർക്കാണ്ട. പാർക്കിൻ്റെ ലുക്ക് നോക്കി, നൈസ് അല്ലേ? ഇതെന്താണ് ഈ മെറ്റീരിയൽ താഴെയിട്ടാക്കണം? ഇത് ഹംഗറിയിലുണ്ടല്ലോ, റോഡിലുണ്ടോ? റോട്ടില് ഓടാൻ പോണവരിക്കും സൈക്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ കളറാണ്. ഈ പാർക്കിൽ വേറെ സെറ്റപ്പ് ഉണ്ടാ. ഈ കാണാണ്ടല്ലോ സോളാറിന്റെ മറ്റേ ബെഞ്ചാണ്. ഇതാണ്ടാ, ഇതിന് സൈഡിൽ മറ്റേ മൊബൈൽ റീചാർജ് ചെയ്യുന്ന സാധനമാണത്. സോളാറിന്റെ ബെഞ്ച് അടിപൊളി, നൈസ്. ഇത് ഇപ്പുറത്തുണ്ട് ഒരു സോളാർ പാനൽ താഴെയാണല്ലേ? അപ്പൊ സ്പ്രിങ് തീർന്നു കറക്കുമ്പോ ഒരു പവർ വരുന്നു, ജനറേറ്റ് ആവുന്നു. ആ നൈസാണ്ടാ. എടാ, ഇത് ഇവിടുത്തെ മാൾട്ടയിലെ ട്രഡീഷണൽ ഫുഡ് എന്ന് പറയാം, പാസ്തീസി. നമ്മുടെ നാട്ടിലെ പപ്സ് ഒക്കെ ഇല്ലേ, ആ ഒരു കോട്ടിംഗ് ആണ്. ഇതിന്റെ ഉള്ളിൽ ചിക്കൻ ആണ്, ജ്യൂസി ആയിട്ട്. നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ മേടിച്ച കട എന്ന് പറയുന്നത് ഇവിടുത്തെ ഫേമസ് കടയാണ്, 24/7 ഷോപ്പ്. ഇതിന് തന്നെ ചീസ് ഉണ്ട് ഉള്ളിൽ. ഈ ഒരൊറ്റ കടയിലുള്ള ഇല്ല, ഇതെല്ലാ കടയിലും കിട്ടും. പക്ഷെ ഇവിടുത്തെ സ്പെഷ്യൽ ചീസ്. അതന്നെ നമുക്ക് ടേസ്റ്റ് തൊട്ട് ബാക്കി പറയാം. ഇതില്ലേ ഈ നാട്ടിലെ മറ്റേ പപ്സല്ല കോട്ടിംഗ് അല്ല, ഇത് കോട്ടിംഗ് എന്നാണ് പറഞ്ഞത്. ഇതിനെ മണം കിട്ടിയിട്ടുണ്ടല്ലോ, ആ ഒരു ചുരുട്ടില്ലേ, അതായത് സമൂസ, സമൂസയുടെ സാധനമില്ലേ, ആ സമൂസ ഇതില്ലേ, ആ ഒരു ബേസ്, അതിന്റെ സ്മെല്ല് കഴിച്ചോക്കട്ടെ. അതന്നെ സെയിം ഒരു പപ്സിന്റെ ആ ഒരു ടേസ്റ്റ്. അതെ, ഉണ്ട്. ഇതാണ് ഈ സാധനം. കുറെ ലേസ് ഉണ്ട്. സാധനം ഇഷ്ടപ്പെട്ട്. ഇനി ഇത് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കഴിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. അടുത്തൊരു കാണുന്നത് ചൂസ്.